സോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസിൽ നമ്മളിനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, സോ ക്ലാസിൻ്റെ ഓർഡർ തന്നെ കേട്ട് വരണം. ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ്. ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി പബ്ലിക്കിലേക്ക് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യും. ഓക്കെ, ആ സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്റ് എന്തു തന്നെ ആയിക്കോട്ടെ, അത് വാങ്ങുന്നയാൾ ആരാണോ അയാളുടെ കയ്യിൽ നിന്നും കമ്പനിയിലേക്ക് പൈസ പോകും. പക്ഷേ കമ്പനി അത് ഡെറ്റ് കടം വാങ്ങി വെക്കുന്ന പോലെയാണ്. അതായത് എക്സാമ്പിൾ തന്നെ പറയാം, ഡിബഞ്ചറാണ് അതിൻ്റെ എക്സാമ്പിൾ. ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിബഞ്ചറാണ്. ഈ ഡിബഞ്ചറിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനി, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ എക്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനി, അവർക്ക് ക്യാപിറ്റലിന് ആവശ്യമുണ്ട്. ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ ക്യാപിറ്റൽ വേണമല്ലോ അല്ലേ? അപ്പോൾ എക്സ് ലിമിറ്റഡിന് കുറച്ച് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വേണം. ഇവർക്ക് ഓണർഷിപ്പ് സെക്യൂരിറ്റിയും ഇഷ്യൂ ചെയ്യാം, ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയും ഇഷ്യൂ ചെയ്യാം. അതായത് ഓണർഷിപ്പ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാം. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് കൂടാതെ ഈ കമ്പനിയുടെ ഓണർമാരാക്കാൻ താല്പര്യമില്ല. നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ ആവശ്യത്തിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇനി ഇവർക്ക് കമ്പനിയുടെ ഓണർഷിപ്പ് കൊടുക്കാൻ താല്പര്യമില്ല, എന്നാൽ പൈസ വേണം. നോക്കൂ, നമ്മുടെ കമ്പനിയുടെ ഓണേഴ്സായിട്ട് ആരും വരണ്ട, ഷെയർ ഹോൾഡേഴ്സായിട്ട് ഇനി ആരും വരണ്ട. പക്ഷേ കമ്പനിക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ടെങ്കിൽ കമ്പനിക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. സോ എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഡിബഞ്ചർ പബ്ലിക്കിൽ ആർക്കും വാങ്ങാൻ പറ്റും. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതും പബ്ലിക്കിന് തന്നെയാണോ? അപ്പോൾ ഈ ഡിബഞ്ചർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. ഓക്കെ ആണല്ലോ? ഈ ഡിബഞ്ചർ വാങ്ങുന്നയാൾ എ ആയിക്കോട്ടെ, ബി ആയിക്കോട്ടെ, സി ആയിക്കോട്ടെ, ആരാണോ ഡിബഞ്ചർ വാങ്ങുന്നത് അവർ കമ്പനിയിലേക്ക് പൈസ അടയ്ക്കണം. ക്യാഷ് അവർ കമ്പനിക്ക് പൈസ അടക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, കമ്പനി ഈ പറയുന്ന ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ഈ പറയുന്ന പബ്ലിക്കിൻ്റെ നിന്ന് വാങ്ങുന്ന പണം കടമായിട്ടാണ് വാങ്ങുന്നത്. നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നത് പോലെ തന്നെ പബ്ലിക്കിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് പൈസ കമ്പനി കടം വാങ്ങുവാണ്. അതുകൊണ്ട് തന്നെ ഈ പണം പലിശ അടക്കം തിരിച്ചു കൊടുത്തിരിക്കണം. കമ്പനിക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതൊന്നുമല്ല, ഇത് നമ്മൾ കടം വാങ്ങുവാണ്. ഡിബഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ക്രെഡിറ്റർമാരാണ്. നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങുമ്പോൾ കമ്പനിയെ സംബന്ധിച്ച് ഈ ആളുകൾ ക്രെഡിറ്റേഴ്സാണ്. അവരുടെ കയ്യിൽ നിന്നും പണം, ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ കടം വാങ്ങുവാണ്. കമ്പനി പബ്ലിക്കിൻ്റെ നിന്ന് പൈസ കടം വാങ്ങുന്ന ഏർപ്പാടിനെയാണ് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി അല്ലെങ്കിൽ നമുക്ക് ഡിബഞ്ചർ എന്ന് പറയാം. അതാണ് ഡിബഞ്ചർ എന്ന കോൺസെപ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ആസ് ആൻ എവിഡൻസ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ. കണ്ടോ, നമുക്ക് രണ്ട് ടൈപ്പ് ക്യാപിറ്റൽ ഉണ്ടോ? ഓൺഡ് ക്യാപിറ്റലും ഉണ്ട്, ഡെറ്റ് ക്യാപിറ്റലും ഉണ്ട്. ഓൺഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മുതലാളിമാരുടെ സ്വന്തം പൈസ, ഷെയർ ക്യാപിറ്റൽ. അതാണ് ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും, അതാണ് ഓണർഷിപ്പ് സെക്യൂരിറ്റി. ഇനി കടം വാങ്ങുന്നു, മുതലാളിമാരായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട, പക്ഷേ നമുക്ക് കുറച്ച് പൈസ തന്ന് സഹായിക്കണം. അപ്പോൾ അതെങ്ങനെയാണ്? കടം വാങ്ങും. കമ്പനി പബ്ലിക്കിൻ്റെ നിന്ന് പൈസ കടം വാങ്ങുന്ന ഒരു വഴിയാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. ഡെറ്റ് ക്യാപിറ്റൽ കടമാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ ഓണർഷിപ്പാണ്. അതായത് മുതലാളിമാരെ പോലെയാണ് അവർ പൈസ തരുന്നത്. എനിക്ക് ഈ കമ്പനിയിൽ കുറച്ച് ഷെയർ വേണമെന്നാണ് പറയുന്നത്. ഞാൻ ഈ കമ്പനിയുടെ ഭാഗമാകാം, ഞാനൊരു മുതലാളിയെ പോലെയാണ്. പക്ഷേ ഡിബഞ്ചർ അങ്ങനല്ല, ഞാൻ നിങ്ങളുടെ കമ്പനിക്ക് കടം തരാമെന്നാണ് അവർ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഷെയർ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പാണ്, ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർഷിപ്പാണ്, കടമാണ്. ഇതാദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ചായിരിക്കും, എങ്കിലും ഞാനൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ശരി, അപ്പോൾ ഡിബഞ്ചർ എന്ന കോൺസെപ്റ്റ് അതാണ്, ക്രെഡിറ്റർഷിപ്പാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സാണ്. ഇത് നല്ല ടോപ്പിക്കാണ്. ഇങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ഡിബഞ്ചറിനെ പ്രധാനമായിട്ടും 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസ് ഓഫ് ട്രാൻസ്ഫറബിലിറ്റി, സെക്യൂരിറ്റി, റെഡീമബിലിറ്റി, കൺവെർട്ടബിലിറ്റി, പ്രയോറിറ്റി എന്ന് പറഞ്ഞ 5 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ആദ്യത്തത് വളരെ വിശദമായിട്ട് പഠിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ട്രാൻസ്ഫറബിലിറ്റി. എന്താണ് ഓൺ ദ ബേസിസ് ഓഫ് ട്രാൻസ്ഫറബിലിറ്റി? ഈ സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ ഹെഡിങ് കാണുമ്പോൾ തന്നെ ഏത് പൊട്ടക്കണ്ണനെ മനസ്സിലാവും. ഓൺ ദ ബേസിസ് ഓഫ് ട്രാൻസ്ഫറബിലിറ്റിയിൽ നിങ്ങൾക്ക് തന്നെ ഹെഡിങ് കാണുമ്പോൾ അറിയാടോ, ട്രാൻസ്ഫറബിലിറ്റി, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ 2 ടൈപ്പ് കാണും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തതും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതും. അങ്ങനെ വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓൺ ദ ബേസിസ് ഓഫ് ട്രാൻസ്ഫറബിലിറ്റി, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തതും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതും, ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷൻ അത് വീണ്ടും വരും.
എന്നാൽ ഹെഡിങ് ഒന്ന് നോക്കിയേ, എ ബി ട്രാൻസ്ഫറബിൾ ഡിബഞ്ചർ, നോൺ ട്രാൻസ്ഫറബിൾ അങ്ങനൊന്നും അല്ലല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പേരിന് എന്തെങ്കിലും അർത്ഥം കാണത്തില്ലേ? ഇവിടെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എല്ലാം ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. ഓൺ ദ ബേസിസ് ഓഫ് ട്രാൻസ്ഫറബിലിറ്റിയിൽ ഷെയറിന് ട്രാൻസ്ഫർ ചെയ്യാം, ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ, ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ചോദ്യം. പക്ഷേ നമുക്ക് ഹെഡ് നോക്ക്, ട്രാൻസ്ഫറബിൾ നോൺ ട്രാൻസ്ഫറബിൾ ഒന്നും അല്ല ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. രജിസ്റ്റേർഡ് ഡിബഞ്ചർ, ബെയറർ ഡിബഞ്ചർ എന്നാണ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് ഡിബഞ്ചർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പിന്നെന്താണ് ആ പേര് വന്നത്? അത് കമ്പനിയുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി കഴിഞ്ഞതാണ്. കമ്പനി ആർക്കാണോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലേ, കമ്പനി ആർക്കാണോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ പേരും ഡീറ്റെയിൽസും എല്ലാം കമ്പനിയുടെ ഡിബഞ്ചർ രജിസ്റ്ററിനകത്ത്, രജിസ്റ്റർ ഓഫ് ഡിബഞ്ചറിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് അയാളുടെ പേരിലാണ് പിന്നെ ആ ഡിബഞ്ചർ. പുള്ളിക്കാരനത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അത്തരം ഡിബഞ്ചറിനെയാണ് രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫറബിലിറ്റിയുടെ ബേസിൽ തന്നെ ആ പേര് വന്നത്. ഓക്കെ, അപ്പം ഓൺ ദ ബേസ് ഓഫ് ട്രാൻസ്ഫറബിലിറ്റി ഒന്ന് രജിസ്റ്റേർഡ് ഡിബഞ്ചർ, അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ആരാണോ ഡിബഞ്ചർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അയാൾക്ക് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന് ബെയറർ ഡിബഞ്ചർ. ബെയറർ ഡിബഞ്ചർ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡിബഞ്ചർ ആർക്കാണോ ഇഷ്യൂ ചെയ്യുന്നത് അയാളുടെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. കമ്പനിയുടെ പേരിൽ അല്ലെങ്കിൽ കമ്പനിയുടെ രജിസ്റ്ററിൽ ഡിബഞ്ചർ ഹോൾഡറുടെ പേര് കാണത്തില്ല. ആ ഡിബഞ്ചർ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവരാണ് ഉടമസ്ഥൻ. അതാണ് ബെയറർ. ആരാണോ ബെയർ ചെയ്യുന്നത്, ആരാണോ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് അയാളാണ് ഉടമസ്ഥൻ. അപ്പോൾ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ ആ പേരെങ്ങനെ വന്നതെന്ന്? അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ട്രാൻസ്ഫറബിലിറ്റി രജിസ്റ്റേർഡ് ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, ബെയറർ ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നാണ് പഠിക്കേണ്ടത്. ആ പേരെങ്ങനെ വന്നത്? കമ്പനിയുടെ രജിസ്റ്റർ ഓഫ് ഡിബഞ്ചറിൽ പേരും ഡീറ്റെയിൽസും എല്ലാം രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് അതിനെ രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് വിളിക്കുന്നത്. ഇവിടെ അങ്ങനെ രജിസ്റ്റർ ചെയ്യത്തില്ല. ആരാണോ കൈവശം വെച്ചിരിക്കുന്നത് അവരുടെ ഡിബഞ്ചറാണ്. അത്രയേ ഉള്ളൂ കേസ്. ഓക്കെ, നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റി. ഞാൻ വീണ്ടും ആവർത്തിക്കുവാണ്. ഡിബഞ്ചർ എന്ന് പറയുന്നത് കമ്പനി പബ്ലിക്കിൻ്റെ നിന്ന് പൈസ കടം വാങ്ങുവാണ്. നോക്കൂ, നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും പൈസ കടം വാങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലും പണയം വെക്കണ്ടേ? ഇപ്പോൾ ബാങ്ക് ലോൺ എടുക്കുന്നു, വേറെ ഒന്നും വേണ്ട. ബാങ്ക് ലോൺ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ എങ്കിലും 10 ലക്ഷം രൂപ ലോൺ വേണം. ഓക്കെ, ബാങ്ക് പറയുവാണ് ഓക്കെ 10 ലക്ഷം ലോൺ തരാം, നിങ്ങൾ എന്താണെങ്കിലും ഈട് തരണ്ടേ, സെക്യൂരിറ്റി വെക്കണ്ടേ? അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സെക്യൂർഡ് ഡിബഞ്ചറും അൺസെക്യൂർഡ് ഡിബഞ്ചറും ഉണ്ട്. സെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കടം, അതായത് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, ആൾക്കാരുടെ നിന്ന് പൈസ കടം വാങ്ങുന്നു, അതിന് ആ ആളുകളെ ബോധിപ്പിക്കാൻ കമ്പനിയിൽ സെക്യൂരിറ്റി വെച്ചിരിക്കും. ഒരു പെർട്ടിക്കുലർ അസറ്റ് ആയിരിക്കും. എന്നിട്ട് പറയുന്നത് ഇത്ര ലക്ഷം രൂപയുടെ, ഇത്ര കോടി രൂപയുടെ അസറ്റ് കമ്പനിയിലുണ്ട്. ഈ അസറ്റ് നമ്മൾ ഒരു കാരണവശാലും മറ്റൊരു കാര്യത്തിനും വിറ്റ് കാശാക്കത്തില്ല. എന്തെങ്കിലും കാരണവശാൽ ഞങ്ങൾ പൈസ തിരിച്ചു തരാൻ പറ്റാതെ വന്നാൽ ഈ അസറ്റ് നിങ്ങൾക്ക് ജപ്തി ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഈട് വെച്ചിട്ടുണ്ട്, കമ്പനിയിൽ അവർക്ക് വേണ്ടി കുറച്ച് അസറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ആ അസറ്റ് എന്തെങ്കിലും സാഹചര്യത്തിൽ കമ്പനി പൊട്ടിപ്പോയാൽ ആ അസറ്റ് അവർക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കും, അതവരെ കാണിക്കും. അതാണ് ഈ സെക്യൂർഡ് ഡിബഞ്ചർ. അൺസെക്യൂർഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നും വെക്കത്തില്ല. കമ്പനിയുടെ സോൾവൻസി, ഈ കമ്പനിയുടെ ഗുഡ് വില്ലിൻ്റെ പുറത്ത് കടം കൊടുത്തോണം. കമ്പനി അഥവാ പൊട്ടിപ്പൊളിഞ്ഞു പോയാൽ ഇവർക്ക് ഈ പൈസ ചിലപ്പോൾ തിരിച്ച് കിട്ടണമെന്നില്ല. ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? അപ്പം സെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്നയാൾ ഒരു കമ്പനിയുടെ ഡിബഞ്ചർ വാങ്ങുന്നു, എന്നിട്ട് 10 ലക്ഷം രൂപ കമ്പനിക്ക് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കും, അല്ല ഈ 10 ലക്ഷം രൂപയ്ക്ക് എന്താണാവോ ജാമ്യം, ഈട്, സെക്യൂരിറ്റി എന്താ? അവർ പറയുന്നതാ ഇന്ന അസറ്റ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി അവിടെ വെച്ചിരിക്കുന്നത്. അതാണ് സെക്യൂർഡ് ഡിബഞ്ചർ. അങ്ങനെ ഒന്നും പറയുന്നില്ലെങ്കിൽ അതാണ് അൺസെക്യൂർഡ് ഡിബഞ്ചർ. ഇവിടെ ഒരു ഫിക്സഡ് ചാർജ്, ഫ്ലോട്ടിംഗ് ചാർജ് നമ്മൾ 2 വാക്ക് വരും. സെക്യൂർഡ് ഡിബഞ്ചറിനകത്ത് വരുന്നതാ ദീസ് ആർ ഡിബഞ്ചേഴ്സ് വിച്ച് ആർ സെക്യൂർഡ് ബൈ എ ഫിക്സഡ് ഓർ ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ ദ അസറ്റ് എന്നല്ലേ. ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് അസറ്റ് പറയും. ഈ കാണുന്ന മേശയും ആ കാണുന്ന കസേരയും ഇല്ല കാണുന്ന അത് അങ്ങനെ എടുത്ത് പറയും. ഫിക്സഡ് ചാർജ് ഓൺ അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണോ, കൃത്യമായിട്ട് ഏതൊക്കെ അസറ്റാണ് നിങ്ങൾക്ക് വേണ്ടി സെക്യൂരിറ്റി ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയും. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തെടുത്ത് പറയത്തില്ല. നമ്മുടെ അസറ്റിൽ ഏതെങ്കിലുമൊക്കെ, നമ്മുടെ ഈ കിടക്കുന്ന അസറ്റിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ട് ഞങ്ങളവിടെ വെച്ചിട്ടുണ്ട് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ഫിക്സഡ് ചാർജ് ഓൺ അസറ്റും ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ അസറ്റും എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ കേസിൽ അൺസെക്യൂർഡിൻ്റെ കേസിൽ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾ കമ്പനിയെ വിശ്വസിച്ച് പൈസ തരിക, വിശ്വാസം അതല്ലേ എല്ലാം എന്ന കോൺസെപ്റ്റാണ്. അല്ല സെക്യൂരിറ്റി എന്നിവിടെ കാണിക്കത്തൊന്നുമില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പൈസ തരാം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കമ്പനിയിലോട്ട് പൈസ കടമായിട്ട് തരാം.
ഓക്കെ, റിലയൻസ് പോലെയുള്ള വലിയ വലിയ കമ്പനിയാണെങ്കിൽ നമ്മളങ്ങ് വിശ്വസിക്കും, നല്ല കമ്പനിയല്ലേ കൊടുത്തേക്കാം എന്ന് വിചാരിച്ച്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റെഡീമബിലിറ്റി. ഓൺ ദ ബേസ് ഓഫ് റെഡീമബിലിറ്റി. ഓൺ ദ ബേസ് ഓഫ് റെഡീമബിലിറ്റി എന്ന് പറയുമ്പോൾ റെഡീമബിളും ഉണ്ട്, ഇറെഡീമബിളും ഉണ്ട്. ഓക്കെ, റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പീരീഡ്, കടത്തിൻ്റെ ഒരു പീരീഡ് പറയും, 4 വർഷത്തേക്കാണ് കടം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 5 വർഷം പീരീഡ് പറയും. ആ പീരീഡ് കഴിയുമ്പോൾ ഈ കടം അങ്ങ് തിരിച്ചു കൊടുക്കണം. ഇറെഡീമബിൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പെർപ്പച്വൽ എന്ന് പറയുമ്പോൾ ലൈഫ് ടൈം, അതായത് ഈ ഡിബഞ്ചറിൻ്റെ കേസിൽ നമ്മൾ ഈ കമ്പനിയുടെ വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. എപ്പോഴും ഈ വാക്കിൻ്റെ അർത്ഥം അതാ. റെഡീം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പീരീഡിനകത്ത് വെച്ച് പൈസ തിരിച്ച് കിട്ടും. ഇറെഡീമബിൾ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ലൈഫ് ടൈമിൽ വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രമേ പൈസ കിട്ടൂ. അതാണ് ഓൺ ദ ബേസ് ഓഫ് റെഡീമബിലിറ്റി. അടുത്തത് ഓൺ ദ ബേസ് ഓഫ് കൺവെർട്ടബിലിറ്റി. കൺവെർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ഓൺ ദ ബേസ് ഓഫ് പ്രയോറിറ്റി. പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം പൈസ കിട്ടേണ്ട ഡിബഞ്ചർ. അതായത് 2 ടൈപ്പ് ഡിബഞ്ചർ ഉണ്ടോ, ഫസ്റ്റ് മോർട്ട്ഗേജും സെക്കൻഡ് മോർട്ട്ഗേജും. ഇത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഫസ്റ്റ് മോർട്ട്ഗേജ് ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കായിരിക്കും ആദ്യം കടം വീട്ടുന്നത്, അവരുടെ പൈസയായിരിക്കും കമ്പനി ആദ്യം കൊടുക്കുന്നത്. സെക്കൻഡ് മോർട്ട്ഗേജുകാർക്ക് രണ്ടാമതേ പൈസ കൊടുക്കുമെന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ്, ഇത് വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നല്ലോ. ഓൺ ദ ബേസ് ഓഫ് ട്രാൻസ്ഫറബിലിറ്റിയിൽ രജിസ്റ്റേർഡ് ഡിബഞ്ചർ, അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ബെയറർ ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓൺ ദ ബേസ് ഓഫ് സെക്യൂരിറ്റിയിൽ സെക്യൂരിറ്റി ഉള്ളത് സെക്യൂർഡ് ഡിബഞ്ചർ, സെക്യൂരിറ്റി ഇല്ലെങ്കിൽ അൺസെക്യൂർഡ് ഡിബഞ്ചർ. റെഡീമബിലിറ്റിയിൽ റെഡീമബിൾ, ഇറെഡീമബിൾ. കൺവെർട്ടബിലിറ്റിയിൽ കൺവെർട്ടബിൾ, നോൺ കൺവെർട്ടബിൾ. പ്രയോറിറ്റിയിൽ ഫസ്റ്റ് മോർട്ട്ഗേജ്, സെക്കൻഡ് മോർട്ട്ഗേജ്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചർ. പിന്നെ വെറുതെ ഒരു ടോപ്പിക് ഇരിക്കട്ടെ, ഫീച്ചേഴ്സ് ഓഫ് ഡിബഞ്ചർ. ഈ പറയുന്ന കാര്യം കേട്ടതിൽ നിന്നും ഏകദേശം ഫീച്ചേഴ്സും ഓക്കെയാണ്. ഒന്ന്, മെച്യൂരിറ്റി പീരീഡ്. പ്രിൻസിപ്പൽ അമൗണ്ടും ഇൻട്രസ്റ്റും എല്ലാം ചിലപ്പോൾ ഒരു മെച്യൂരിറ്റി പീരീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ തിരിച്ചു കൊടുക്കണം. കടം വാങ്ങി വെച്ചിരിക്കുകയല്ലേ, കടം വാങ്ങിയ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ. ഇപ്പോൾ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ അവർ പറയുമല്ലോ 10 കൊല്ലത്തിനകം അടച്ച് തീർക്കണം. അതുപോലെ മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. ക്ലെയിം ഓൺ ഇൻകം. കൃത്യമായിട്ട് ഓരോ വർഷവും അല്ലെങ്കിൽ ആ പറയുന്ന പീരീഡിൽ ഇവർക്ക് പലിശ കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ വരുമാനം, അതായത് നമ്മളെ സംബന്ധിച്ച് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും, വീണ്ടും കേട്ടോണേ, ബിസിനസ് പ്രോഫിറ്റിലായാലും ലോസിലായാലും ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുത്തേ പറ്റൂ. കാര്യം അതൊരു എക്സ്പെൻസാണ്. ഞങ്ങൾക്ക് ലാഭം കിട്ടിയില്ല കേട്ടോ, അതിനിപ്പോൾ അവരെന്തോ വേണം, കടം വാങ്ങി വെച്ചിരിക്കുവാണ്. കടം വാങ്ങിയ പൈസയ്ക്ക് പലിശ, ആ വരുമാനം, അതായത് കൊടുത്തേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് മതി പ്രോഫിറ്റ്. നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കടമാണ്. കമ്പനി ആ പൈസ അവർക്ക് പലിശ കൊടുത്തേ പറ്റൂ. ക്ലെയിം ഓൺ അസറ്റ്. എന്തെങ്കിലും കാരണവശാൽ കമ്പനി പൂട്ടുകയാണെന്നുണ്ടെങ്കിൽ, ലിക്വിഡേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിനായിരിക്കും ആദ്യത്തെ ക്ലെയിം കിടക്കുന്നത്. അവർ കടമാണ്, മുതലാളിമാരല്ല. ഞങ്ങളുടെ പൈസ കടമായിട്ടാണ് ഞങ്ങൾ തന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് വേണം ആദ്യം തരാനെന്ന് അവർ പറയും. അതാണ് ഈ ക്ലെയിം ഓൺ അസറ്റ്. കൺട്രോൾ. ബിസിനസ്സിനകത്ത് ഇവർക്ക് കൺട്രോൾ ഒന്നും കാണത്തില്ല. മാനേജ്മെൻറ്റിനകത്തോ വോട്ടിംഗ് റൈറ്റോ അങ്ങനെയൊന്നും കാണില്ല. അവർ മുതലാളിമാരല്ലല്ലോ. പൈസ കടം കൊടുത്തിട്ടുണ്ട്, ബിസിനസ് അത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, അതൊക്കെ ശരി തന്നെ. പക്ഷെ എന്നിരുതി ബിസിനസ്സിനകത്തോട്ടൊന്നും കയറി വരരുത്. ഞങ്ങളുടെ മാനേജ്മെൻറ്റിനകത്തൊന്നും നിങ്ങൾക്ക് യാതൊരു റോളും കാണത്തില്ല. നിങ്ങളുടെ പൈസ മുതലും പലിശ അടക്കം ഞങ്ങൾ തിരിച്ചു തരും. ബിസിനസ്സിനകത്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൺട്രോൾ കാണത്തില്ല. ഇത്രയുമാണ് ഡിബഞ്ചറുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിബഞ്ചറാണ് നമുക്കിവിടെ എക്സാമ്പിൾ. ബോണ്ട് എന്നൊരു ടോപ്പിക്കുണ്ട്, അത് അടുത്ത ക്ലാസ്സായിട്ട് എടുക്കാം. ഓക്കെ, ബോണ്ട് വഴിയേ വരും. ബോണ്ടിനെ പറ്റി കുറച്ച് പഠിക്കാനുണ്ട്. ഡിബഞ്ചറും ഉണ്ട്, ബോണ്ടും ഉണ്ട്. ഇപ്പോൾ ഡിബഞ്ചറാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും കൂടുതലും ചോദിക്കുന്നത് ഇതിനകത്ത് നേരെ ഒരു കാര്യം ഒന്നോർത്തോണേ, ക്ലാസ് മൊത്തം കേൾക്കുന്നവരെ സംബന്ധിച്ച്. ഈ നേക്കഡ് ഡിബഞ്ചർ എന്ന് പറയുന്നത് അൺസെക്യൂർഡിനെയാണ്. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് 1 മാർക്കിന്. വട്ട് ഡു യു മീൻ ബൈ നേക്കഡ് ഡിബഞ്ചർ? നേക്കഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ദ ഡിബഞ്ചർ വിച്ച് ഹാസ് നോ സെക്യൂരിറ്റി. കമ്പനിയെ വിശ്വസിച്ച് കടം കൊടുത്തേക്കുക. കമ്പനി പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾ എന്തെങ്കിലും സെക്യൂരിറ്റി തരാമെന്ന്. കമ്പനി നിങ്ങൾക്ക് വിശ്വാസമാണോ? ആണെങ്കിൽ കടം കൊടുക്ക്. വിശ്വാസത്തിൻ്റെ പുറത്ത് നോ സെക്യൂരിറ്റി. അതാണ് സിമ്പിൾ അൺസെക്യൂർഡ് നേക്കഡ് എന്നൊക്കെ വിളിക്കുന്നത്. ഒരിക്കൽ ചോദിച്ചാണെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്തിട്ടോ. നേക്കഡ് ഡിബഞ്ചർ എന്ന് ചോദിച്ചിട്ടുണ്ട്. വട്ട് ഡു യു മീൻ ബൈ നേക്കഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഇല്ല. ദീസ് ഡിബഞ്ചേഴ്സ് ക്യാരി നോ സെക്യൂരിറ്റി വിത്ത് റിഗാർഡ് ടു റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് എന്ന മുതലും പലിശയും തിരിച്ച് തരാമെന്ന വാക്കാണ്. ഞങ്ങളിവിടെ ബിസിനസ്സിൽ ഈ ഇന്ന അസറ്റ് നിങ്ങൾക്കാണെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കമ്പനി നഷ്ടം വന്ന് പൊട്ടിപ്പൊളിഞ്ഞ് പോയാൽ കൈ പൈസ ഉണ്ടെങ്കിൽ തരാം, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. അതാണൊരവസ്ഥ. ഒരു സെക്യൂരിറ്റിയും വെച്ചിട്ടില്ല. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? കമ്പനിയെ വിശ്വസിച്ചാണ് ആൾക്കാർ പൈസ കൊടുത്തിരിക്കുന്നതെന്ന്. ഇവിടെ അങ്ങനല്ല. ഇവിടെ കമ്പനിയെ വിശ്വാസമൊക്കെ തന്നെ, എങ്കിലും ചില അസറ്റൊക്കെ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അഥവാ കമ്പനി പൊട്ടിപ്പൊളിഞ്ഞ് പോയാലും ഈ മാറ്റി വെച്ച അസറ്റൊക്കെ അവർക്ക് തന്നെ വിറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശ്വാസം വരും ആൾക്കാർക്ക്.
ഇപ്പം നമ്മൾ ബാങ്ക് ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ വീടും പറമ്പൊക്കെ എന്തിനാണ് അവർ വാങ്ങി വെക്കുന്നത്? അഥവാ നമ്മൾ ലോൺ അടച്ചില്ലെങ്കിലും അവർക്ക് ജപ്തി ചെയ്തെങ്കിലും പിടിച്ചൂടെ എന്നർത്ഥത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? അപ്പോൾ ഈ കോൺസെപ്റ്റുകളാണ് ഡിബഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്.